എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാനത് പിന്നെ ഈ സിനിമാ നടനാണെന്നുള്ള സാധനമൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങും. ഞാൻ അതൊരു കണ്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അത് ആർക്കോ മനസ്സിലായി ഇതൊരു കണ്ടൻ്റാണ്, ഇവനെ ഇങ്ങനെ നശിപ്പിച്ച് കളയാം. എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പരമാവധി പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാർ ഇപ്പോൾ ഇല്ലല്ലോ. പരമാവധി എല്ലാവരും കൂടെ കൂട്ടി ഒരുമിച്ച് പോവാം, അതായിരിക്കും ഇഷ്ടം. നല്ല ഇതിനൊരു ഉത്തരം പറയുന്നതിലൂടെ എൻ്റെ സഹപ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന ആളാണോ ശരിക്കും? അങ്ങനെ വിഷയങ്ങളിൽ ശരിക്കും ചില കാര്യങ്ങൾ ചില നിലപാടുകൾ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയം എന്നൊരു സംഭവം ഇല്ല, എനിക്ക് പേടിയില്ല. എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരും, അങ്ങനെ ആവും എന്നുള്ള പേടിയെന്നൊരു സാധനം എനിക്കില്ല. അവിടെ അത് അവസാനിച്ചതാണ്. പരാതിയായിട്ടൊന്നും പറയൊന്നും ചെയ്തൊന്നുമില്ല. എല്ലാ എന്ത് പരാതി, സത്യമായിട്ട് അങ്ങനെ അത് അവിടെ അവസാനിച്ച വിഷയമാണ്. ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തിരുവനാടകം കളിച്ച് വന്ന ഒരുത്തനല്ലേ ഞാൻ. ചെരുപ്പിടാതെ ടാർട്ട റോഡിൽ നാടകം കളിച്ച് വന്ന ഒരുത്തനാണ് ഞാൻ. ഓരോ കോസ്റ്റ്യൂംസ് മാറി മാറി ഊരി മാറി അടുത്തടുത്ത കഥാപാത്രങ്ങൾക്ക് മീശ ഒട്ടിച്ചും താടി ഒട്ടിച്ചും അങ്ങനെ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. ഞാൻ ഇങ്ങനെ ഒരു ക്യാരവൺ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ ക്യാരവൺ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചില്ല നമ്മൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചുരുളി ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്, ഇൻ്റർനാഷണൽ സിനിമ. ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ആ സിനിമയിൽ എനിക്കും 2 മക്കളുണ്ട്. ആ വിഷയം പറഞ്ഞേക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷമം പറയട്ടെ. എൻ്റെ വിഷമം ഞാൻ പറയട്ടെ. അവരെ വിഷമമൊക്കെ അത് അവിടെ, അത് കഴിഞ്ഞില്ലേ. എൻ്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കും ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ. ബിഗ് ബോസ് കഴിഞ്ഞാൽ വേദി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന ചാൻസ് പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് വിളിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ ശരിക്കും? ഇല്ല, ഇല്ല. എന്തിനാ അങ്ങനെ പേടിക്കണം? ഞാനതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീണ്ടും ഒരു തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവനെതിരെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അത് വഷളാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പകരം ഞാൻ അദ്ദേഹം എവിടെയുണ്ടോ അത് ഞാൻ തപ്പിപ്പിടിച്ചു. രാത്രിയാണ് ഞാൻ കമൻറ്റ് കാണുന്നത്. രാവിലെ 11 മണിക്കുള്ളിൽ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മാപ്പ്. വില്ലന്മാരുടെ പെർഫോമൻസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലിക വിഷയത്തിൽ ഒരുപക്ഷെ മലയാള സിനിമയെ ഇത്രത്തോളം ഒരു സിനിമ കൊണ്ട് തന്നെ പേരെടുത്ത മറ്റൊരു വ്യക്തിത്വം ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഒറ്റ പേര്, അപ്പാനി ശരത്ത്. സ്വാഗതം. നമസ്കാരം. ഒരൊറ്റ സിനിമ, ആ സിനിമയുടെ വിചിത്രത്തോളം തന്നെ ആ വില്ലനെ കുറിച്ച് പരാമർശിക്കുന്നു, ആ വില്ലൻ്റെ പേര് അത്രത്തോളം പാടി പുകഴ്ത്തുന്നു എന്നുള്ളത്. ആദ്യ സിനിമ എന്നുള്ള സ്വപ്നം കാണുന്ന ഒരാൾക്ക് അത്രത്തോളം തന്നെ വലിയ വേഷവും പേരും തന്നെ സ്വീകാര്യത കിട്ടുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലേ. അത് 8 വർഷങ്ങൾക്കും ഇപ്പുറം എത്തി നിൽക്കുകയാണ്. അപ്പാനി ശരത്ത് എവിടം വരെ എത്തി? ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം കഴിഞ്ഞ 8 കൊല്ലമായി സിനിമയിൽ നിൽക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ടോട്ടാലിറ്റി നോക്കുമ്പം വളരെയധികം സന്തോഷവാനാണ്. സിനിമയിലേക്ക് വേണ്ടിയിട്ട് മാത്രം കലാജീവിതം തുടങ്ങിയ ഒരു കലാകാരനല്ല ഞാൻ. എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതൽ സിനിമ വലിയൊരു സ്വപ്നവും വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ എന്ന് കരുതി അങ്ങനെ നമ്മളൊരു സിനിമയുടെ ഓഡീഷന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നു, അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു യാത്രകൾ ചെയ്യുന്നു, അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല. കാര്യം ഞാൻ അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഈ പറഞ്ഞ തിയേറ്ററിലായിരുന്നു, നാടകത്തിലായിരുന്നു. എനിക്കതിലും ഒരുപാടധികം സമയങ്ങൾ ഞാൻ കൂടുതലും നാടകങ്ങൾ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പെർഫോമൻസിലായിരുന്നു ഞാൻ കൂടുതലും ശ്രദ്ധ കൊടുത്തിരുന്നത്. ഈ വരുന്ന സിനിമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വരുന്ന സിനിമകളിലേക്കൊപ്പം തന്നെ നമ്മൾ കേട്ട വലിയൊരു വേദിയുടെ പേരും കൂടിയുണ്ട്, ബിഗ് ബോസ് എന്നുള്ളത്. സോ അത്തരൊരു വേദിയിൽ, കാരണം നേരത്തെ തുറന്നു പറച്ചിലിൻ്റെ ആളാണ്, മുഖം നോക്കാതെ സംസാരിക്കുന്ന ആളാണ്, റിയലായിട്ട് നിൽക്കുന്ന ആളാണ്. സോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനൽ പണ്ട് പുളിയറക്കോണത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ വീട് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അരുവിക്കരയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ള പുളിയറക്കോണത്തുള്ള ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ രാവിലെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോകും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോയിട്ട് ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പോകാൻ. ഈ സ്റ്റുഡിയോ പല സ്റ്റുഡിയോകളിലായിട്ടാണ് പല റിയാലിറ്റി ഷോകളും സീരിയലിലെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഓരോ ഡയറക്ടേഴ്സ് വണ്ടികൾ പോവും, ഓരോ പ്രോഗ്രാമിൻ്റെ വണ്ടികൾ പോവും. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൻ്റെ വണ്ടി പോവും, കോമഡി എക്സ്പ്രസിൻ്റെ വണ്ടി പോവും, പലതരത്തിലുള്ള പ്രോഗ്രാംസിൻ്റെ വണ്ടി പോകുമ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ ഓടും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പുളിയറക്കോണത്ത്. എന്നോട് വീട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്നും പുളിയറക്കോണത്ത് പോണേ? ഞാൻ ഏഷ്യാനെറ്റിൽ പോന്നു. നീ ഏഷ്യാനെറ്റിൽ നിനക്ക് എന്താ ജോലി? ഏഷ്യാനെറ്റിൽ ഇഷ്ടം പോലെ ജോലികളുണ്ട്. എന്നിട്ട് ഈ പല പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. ഏഷ്യാനെറ്റ് തരുന്ന ഭക്ഷണം ഒരുപാട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ, ക്യൂ നിന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട്. അപ്പോൾ അന്ന് ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടല്ലോ,
കോമഡി എക്സ്പ്രസിൻ്റെയും കോമഡി സ്റ്റാറിൻ്റെയൊക്കെ ഒരു ഫ്ലോറിലൊക്കെ ഒരു വേഷം ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ പല പല കോമഡി സ്കിറ്റുകളൊക്കെ ഞാൻ പണ്ട് അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച പല പല ബാക്ക് ഡ്രോപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര വർഷം മുമ്പ് ഒരു 2010 സമയത്തൊക്കെയാണ് തോന്നുന്നു. കോമഡി സ്റ്റാർ കോമഡി എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം നോബിച്ചേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ ഞങ്ങളെ പഴയ ഒരു സ്കിറ്റ് എടുത്ത് കണ്ടുകൊണ്ട് ആ സ്കിറ്റിൻ്റെ പുറകെ നീ ഒരു ക്ലാപ്പ് ബോർഡും വെച്ചോണ്ട് ഇങ്ങനെ പോകുന്നു. ആയ കാലത്ത് കോമഡി കളിച്ചിരുന്ന ആളാണ് അങ്ങനെ കുറെ അധികം പണിയെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ചാനലിൽ പല പല പരിപാടികളിലൊക്കെ കയറുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നാടിന് അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ കയറാനായിട്ട്. അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് എത്തി. ഞാൻ അതേ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർ ഫ്ലോറിൽ ജഡ്ജായിട്ട് പോകുന്നു, ഗസ്റ്റായിട്ട് പോകുന്നു. എനിക്ക് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ആ സമയത്ത്. അന്ന് അവിടെ അത് പറയുകയും ചെയ്തു, അയ്യോ നമ്മളെ ഏഷ്യാനെറ്റിൻ്റെ കോമഡി പരിപാടികളിലേക്കും മറ്റ് റിയാലിറ്റി ഷോകളിലൊക്കെ അളിയൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്ന ഒരാളാണ് ഇന്നിതാ നമ്മുടെ ഫ്ലോറിൽ ഗസ്റ്റായിട്ട് വരുന്നത്. പേടി ഉണ്ടാവോ അത്തരം വേദികളിൽ സംസാരിക്കുമ്പോഴോ റിയാക്ട് ചെയ്യുമ്പോഴോ? ഞാനൊരു നടൻ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് ഷോയിൽ കയറുമ്പം ഞാൻ നടനാണെന്ന് വെച്ച് കയറേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാര്യം എന്നെപ്പോലെ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. അപ്പം അവരുടെ ഇടയിൽ ഞാനും ഒരു കണ്ടസ്റ്റൻസ് മാത്രമാണ്. ഞാൻ ഇന്നലെ വരെ എന്തു ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്ത് നേടി എന്നുള്ളത് അവിടെ പോയി വിവരിക്കേണ്ട പ്ലാറ്റ്ഫോം അല്ല. ചിലപ്പോൾ അത് വന്നേക്കാം, അത് രസമായിരിക്കും, അത് വരും. അല്ലാതെ ഞാൻ ഇന്നലെ വരെ അങ്ങനെയല്ല. പുതിയൊരു ലൈഫായിരിക്കുമല്ലോ, പുതിയൊരു ഇപ്പം നമ്മളൊരു സിനിമയിലേക്ക് കയറുകയാണ്. ഒരു സിനിമയുടെ അഭിനയം കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ പുതിയ കഥാപാത്രമാണ്, പുതിയൊരു വേഷമാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു വേഷം കെട്ടലും ഇല്ലല്ലോ. ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ പോകുന്നത്, ആ വ്യക്തിയായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പലരും അത്തരം വേദികളിൽ വരുന്നത്, ബിഗ് ബോസിൻ്റെ വേദിയിൽ വരുന്നത്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും, കുറേ കൂടി റീച്ച് കിട്ടും, അല്ല കുറേ കൂടി ആളുകളിലേക്ക് സ്വീകാര്യത വരും, അതിനൊപ്പം തന്നെ കുറേ അവസരങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു അപ്പനശ്വരത്ത് ബിഗ് ബോസ് വേദിയിൽ വരുമ്പോൾ അപ്പനശ്വരത്തിൻ്റെ പ്രതീക്ഷ എന്താ ബിഗ് ബോസ് വേദിയിലൂടെ? ഇല്ല, ഞാൻ ചെയ്യാത്ത കുറേ സാധനങ്ങൾ ആൾക്കാർ കാണാറുണ്ട്, അത് കാണട്ടെ. ഉണ്ട് റിയൽ ലൈഫിൽ കുറേ സംഭവങ്ങൾ, റിയൽ ലൈഫിൽ വെച്ചാൽ അടിപൊളി പരിപാടികളുണ്ടല്ലോ. ഞാൻ എഴുതാനും പറഞ്ഞ കേട്ടുണ്ടോ? സംഗീതം പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പാടാനുള്ള അവസരം കൂടിയാണ്. കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ അതുകൊണ്ട് എനിക്ക് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം, എനിക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും ആയിരിക്കാം. പിന്നെ ആസ് എ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കുറെ കാര്യങ്ങൾ സിനിമയിലുള്ള എൻ്റെ ഇത്തരത്തിൽ പല ആൾക്കാരും ചിന്തിച്ചിട്ടില്ല, ഇവൻ അഭിനയം വില്ലൻ മാത്രമേ ചെയ്യുള്ളൂ, ഇവനൊരു വില്ലനാണ്, ഒരു വില്ലത്തനുള്ള ആളാണെന്നൊക്കെ. എനിക്ക് അതൊക്കെ പൊളിക്കാൻ പറ്റൂലേ, കുറെ കോമഡി ചെയ്യാൻ പറ്റും, അവിടെ കുറെ സംഭവങ്ങൾ ചെയ്യാം. ഈ ആളുകളെ മുഷിപ്പിക്കാതിരിക്കുക, ആളുകളെ വിഷമിപ്പിക്കാതെ ഇങ്ങനെ പതിപ്പിച്ച് കൊണ്ടുപോകുന്ന പറയുന്നത് ശരിക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് അതിൻ്റെ ആവശ്യകത ഉണ്ടോ ശരിക്കും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ആളുകൾ എങ്ങനെ എടുക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ നേരത്തെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതൊക്കെ ഒരു ചെറിയൊരു ടെക്നിക്കായിട്ട് അങ്ങ് നിന്നാൽ മതി. ആരെയും വെറുപ്പിക്കാതിരിക്കാൻ പറ്റും. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂല. പരമാവധി പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാർ ഇപ്പം ഇല്ലല്ലോ. പരമാവധി എല്ലാവരും കൂടെ കൂട്ടി ഒരുമിച്ച് പോവാം, അതായിരിക്കും ഇഷ്ടം. നല്ലത്. ഈ പഴയ തിരുവനന്തപുരം സൈഡിലോട്ട് വരുമ്പോൾ പഴയ ശരത്തായി നിൽക്കുമ്പോൾ പനി ശരത്താവണേക്കാളും മുമ്പ് ശരിക്കും പെട്ടെന്ന് ദേഷ്യങ്ങളിൽ പ്രതികരിക്കുന്ന ആളാണോ? അങ്ങനെ കയ്യിൽ നിന്ന് പോവോ? പെട്ടെന്ന് ദേഷ്യം വരാറില്ല, എന്നാലും ദേഷ്യം വരും. വന്ന കയ്യിൽ നിന്ന് പോവോ? പൊട്ടിക്കോ? കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ വരും, എടാ കൊച്ചേർക്ക ഇതാണ് തോട്ട, ആ മൂഡ് വരുമോ? ഇത് നീ ഹോൾസെയിലും ചെയ്യില്ല റീറ്റെയിലും ചെയ്യില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷിക്കും, നന്നായിട്ട് തന്നെ ചൂടാവും, തെറ്റ് കണ്ടാൽ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. എത്ര ശതമാനം ഉണ്ട് ശരിക്കും ഈ ശരത്തിൽ നിന്ന് അപ്പാനി രവിയിലോട്ട്? എത്ര ശതമാനം ഉണ്ട് ശരിക്കും ആ വന്ന പരകായ പ്രവേശം എത്രത്തോളം ഉണ്ടായിരുന്നതിൽ ശതമാനം? അത് അപ്പാനി ഭയങ്കര ദൂരമുള്ള ആളാണ്. ഉണ്ട്. ശരത്ത് അത്ര ദൂരമൊന്നും അത്രയ്ക്ക് എത്തിയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ അങ്ങനെ വലിയൊരു വയലൻസ് ഒന്നും കൊണ്ട് കിടക്കുന്ന ഒരാളൊന്നുമല്ല. അല്ല. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ വയലൻസ് ഉള്ള ആൾക്കാരാണ്. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇച്ചിരി വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ അങ്ങനെ വയലൻസ് കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അല്ല, ശരിക്കും അത്തരം ഇപ്പോൾ ബിഗ് ബോസ് വേദിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഈ വേഷത്തിന് ആപ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് കൂടെ ചൂസ് ചെയ്യാറുണ്ട്, അല്ലെ കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് വേദി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന ചാൻസ് പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് വിളിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ ശരിക്കും? ഇല്ല. ഇല്ലല്ലോ. അയ്യേ ഇല്ല, എന്തിനാ അങ്ങനെ പേടിക്കണം?
ഇത് 100 ദിവസം പരിപാടിയല്ലേ ഉള്ളൂ. 100 ദിവസം അങ്ങോട്ട് ചെല്ലുക, നമുക്ക് തന്ന പരിപാടികൾ നമ്മൾ നീറ്റായിട്ട് ചെയ്യുക. ആ 100 ദിവസം കൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് വിലയിരുത്തുന്നു തോന്നുന്നുണ്ടോ? വിലയിരുത്തും. എന്താ ചിന്തിക്കട്ടെ, മോശമാണെങ്കിൽ മോശമെന്ന് പറയട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയട്ടെ, അത് അവിടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 100 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതും തലയിൽ ചുമന്നുകൊണ്ട് നടക്കരുത്. നമ്മൾ എന്താണെന്ന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ പരിപാടിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാം. ഇപ്പോൾ ബ്രോ ബിഗ് ബോസിലുണ്ടെങ്കിൽ ബ്രോ 100 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ പാർട്ടിസിപ്പൻ്റായി മാറട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ ബ്രോ അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ എങ്ങനെയാണോ തുടങ്ങിയത് അവിടെ വീണ്ടും നല്ല രീതിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ടോപ്പ് ലെവലിലേക്ക് ചിന്തിക്കുക. ഇപ്പം ഞാനൊരു ആക്ടറല്ല, ഇപ്പം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരിക്കലും സിനിമ ചെയ്യാതിരിക്കാൻ പാടില്ല, ഞാൻ സിനിമ ചെയ്യണം. ഈ ഒരു ആക്ടറായി നിൽക്കുന്ന സമയത്ത് ഈ ചില വേഷങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ ആ വേഷത്തിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഇന്നാൾ ഇങ്ങനെയാണ്, കാരണം ആളുടെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് പലരും കണ്ടതാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടതാണ്, ഈ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും നമുക്ക് പറ്റും. പിന്നെ അതാണല്ലോ ആക്ടിങ്, അത് പൊളിക്കാൻ പറ്റും. നമ്മളെക്കുറിച്ച് എന്ത് മോശം സംഭവം പറഞ്ഞോട്ട് പോട്ടെ, പേഴ്സണൽ ലൈഫിൽ അവൻ എന്ത് മോശം പറഞ്ഞാലും കൂടി ഇവിടെ സ്ക്രീനിൽ 2.5 മണിക്കൂർ സ്ക്രീനിൽ ഒരു ഗംഭീര പെർഫോമൻസ് കൊടുത്തു വയ്ക്കേ, ഇവിടെ കൈയടി വീഴും, ഉറപ്പാ. അത് വീഴിപ്പിക്കണം, ആ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പണിയെടുക്കണം, ഇത്രേ ഉള്ളൂ. പരിശീലനത്തിൻ്റെ വളർച്ച വളരെ വലുതായിരുന്നു. ലാലേട്ടൻ്റെ കാരവാന് വരെ ഒറ്റ വില മോഹവില കൊടുത്ത് വാങ്ങിയെന്ന് വരെ ഞാനൊന്നും പറയില്ല. അതൊക്കെ ഇത് അങ്കമാലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, തുടക്ക സമയത്ത്, അത് ഇപ്പോഴും കളഞ്ഞില്ല ആ വിഷയം. അത് കേട്ട് മടുത്തൊരു വിഷയമാണ്. ലാലേട്ടൻ പോലും അത് ആരും ഇല്ല, എന്തിനു സംസാരിക്കാം, അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ടോക്കേ. ശരിക്കും അതിൽ നിന്നായിരുന്നോ ശരിക്കും ആവശ്യമായി ബന്ധപ്പെട്ടാണോ ശരിക്കും ഈ കാരവാൻ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് വന്ന വാർത്ത വന്നതും അതുമായി കണക്ട് ആയിരുന്നു? അങ്ങനെ വാർത്തയെ വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് വെറുതെയാണ്, സത്യത്തിൽ അത് വെറുതെയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കുമ്പോഴേ ഞാൻ അങ്ങ് ഒരു ഭ്രാന്ത് പിടിക്കുന്ന സ്വഭാവം വരും. കാര്യം ഒട്ടും സത്യസന്ധത ഇല്ലാത്തൊരു വിഷയമാണത്. 1% പോലും അതിലൊരു ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ, ഇത്ര നല്ലൊരു ആംബിയൻസ്, ബ്രോയുടെ സമയം കളഞ്ഞ് ഞാനുമായിട്ട് സംസാരിക്കാനിരിക്കുന്നു, ഇങ്ങനൊരു നല്ലൊരു മൊമെൻറ്റിൽ പോലും ഇടേണ്ട വിഷയമല്ല. നമുക്കിതിലും വലിയ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. അത് എൻ്റെ ലൈഫിൽ, എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് തുടങ്ങിയപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു ഒരു ഇൻസിഡൻ്റാണ്. അതിനെ ഡെവലപ്പ് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇന്നാണ് എനിക്ക് അങ്ങനത്തെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അതിനൊരു മറുപടി കൊടുക്കാതിരുന്നോണ്ടാണ് അത് വലുതായി പോയത്. അതൊരു ക്ലാരിറ്റി വിട്ടതാണോ? അതങ്ങനെ ഞാൻ മറുപടി സത്യം പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കാൻ നിന്നത് അന്ന്. കാര്യം എനിക്ക് അറിയില്ല, എൻ്റെ തുടക്ക സമയമാണ്. ഞാൻ എന്ത് പറയാ ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തിരുവനാടകം കളിച്ച് വന്ന ഒരുത്തനല്ലേ ഞാൻ. ചെരുപ്പിടാതെ ടാർട്ട റോട്ടിൽ നാടകം കളിച്ച് വന്ന ഒരുത്തനാണ് ഞാൻ. ഓരോ കോസ്റ്റ്യൂംസ് മാറി മാറി അടുത്തടുത്ത കഥാപാത്രങ്ങൾക്ക് മീശ ഒട്ടിച്ചും താടി ഒട്ടിച്ചും അങ്ങനെ വേഷം ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. ഞാൻ ഇങ്ങനെ ഒരു കാരവൺ ചോദിക്കുമെന്നോ അല്ലെങ്കിൽ കാരവൺ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചില്ല നമ്മൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ ചോദിക്കത്തില്ല. അത് വേറെ ആരുടെയൊക്കെയോ ഉള്ളിലോ എന്നോടുണ്ടായ ഒരു സ്നേഹം കൊണ്ടും എൻ്റെ വളർച്ചയിൽ അവർക്കുണ്ടായ ഒരു വലിയൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിൻ്റെ പുറത്തുണ്ടായ ഒരു വാക്കുകളായിരിക്കാം അതിന് ഞാൻ അവരെ ഏറ്റവും കൂടുതൽ അധികം ബഹുമാനിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ എല്ലാ നല്ല നല്ല സിനിമകളിലും എനിക്ക് നല്ല അക്കോമഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാതെ കൂടി കണ്ടറിഞ്ഞ് വരിക, അത് അതിനൊരു കാരണമായി. സത്യം. അപ്പൊ ന്യൂസ് ഉണ്ടാക്കിയാലോട് നന്ദി പറയുന്നത്. ഞാൻ ഉള്ളാരും പറയാം, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഒരു 2018 വന്നത്. ആ 2018 എന്ന് പറയുന്ന വാർത്തകൾക്ക് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഡയറക്ടേഴ്സ് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, എൻ്റെ പ്രൊഡ്യൂസേഴ്സും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ ഈ സിനിമ തരുന്ന എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾമാർക്ക് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്, ആ നടൻ എങ്ങനെയാണെന്ന്, അയാളുടെ സ്വഭാവം എന്താണെന്ന്, അയാൾ ലൊക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ, അയാൾ കാരണം സിനിമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ഒരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളോ പറയില്ല. അതിനുള്ള സാഹചര്യം ഞാൻ വരുത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും നെഞ്ചി കൈവച്ചാൽ ഞാൻ പറഞ്ഞു, ഇത്ര നാൾ ഞാൻ വരുത്തിയിട്ടില്ല, ഇനി വരുത്തത്തുമില്ല. ഇങ്ങനൊരു വാർത്ത വന്നത്
ആ വാർത്ത ഉണ്ടാക്കിയ ആൾക്ക് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ പോലും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അതെ അതെ അതെ, അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരിക്കും ആ സമയത്ത്. അപ്പാൻ നടൻ വളരുന്നത് കൊണ്ട് അയാൾക്ക് എന്തോ വലിയൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അത്തരത്തിൽ എവിടെ നിന്നാണെങ്കിലും ഇപ്പോൾ നാടകം ചെയ്ത ഒരാളാണ്, അങ്ങനെ ഒരു എന്താ പറയുക താരപരിവേഷത്തിൻ്റെയോ അല്ലെങ്കിൽ കാരവാൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും കാരവാനിലേക്കുള്ള ഒരു പ്രവേശനം നിഷേധിച്ചത് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? വിഷമമുണ്ടാക്കിയപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് സത്യം പറഞ്ഞ്. ഒന്നുമല്ല, ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോവാണ്. ഒരു ലൊക്കേഷനിൽ പോകും, ഉച്ചയ്ക്കാണ് ഷൂട്ട്, 2 മണിക്കാണ് ഷൂട്ട്. നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും കുത്തിപ്പൊക്കല്ല, ദയവ് ചെയ്ത് ഇതൊരു കുത്തിപ്പൊക്കിയിട്ട് ഇത് ഇനി ഒരു ട്രോളും പരിപാടിയൊന്നും ആക്കല്ല. നിങ്ങളിത് ഇത്രയും പേരിവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇത് പേഴ്സണലി പറയും. ഇത് ഇൻ്റർവ്യൂവിൽ ഇടണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ ചോദിച്ചതുകൊണ്ടൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയും. നിങ്ങൾക്ക് വിഷയം അറിയാമോ? ഇതൊന്നുമില്ല, ഇതൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക്, നാളെ നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നിങ്ങളും നാളെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വാക്കുകളും സാഹചര്യങ്ങളും തിരുത്തപ്പെടും. അതായത് ഇപ്പം ഞാനൊരു ഉച്ചയ്ക്ക് ലൊക്കേഷനിലേക്ക് വരുന്നു, അപ്പം എൻ്റെ ഒരു 2ാമത്തെ സിനിമയല്ല അത്. ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പറഞ്ഞാൽ ഞാൻ ആ സിനിമയോട് കാണിക്കുന്ന, എൻ്റെ തൊഴിലിനോട് കാണിക്കുന്ന ഒരു നന്ദിയില്ലായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇത് ഉണ്ടായൊരു ഇൻസിഡൻ്റാണ് ബ്രോ. ഞാനൊരു ലൊക്കേഷനിലേക്ക് വരുന്നു, ആ സമയം എൻ്റെ തുടക്ക സമയമാണ്. ഞാൻ വരുമ്പോൾ ഞാൻ സ്ഥിരമായി ഡ്രസ്സ് മാറുന്നത് ഈ പറഞ്ഞ കാരവാനുള്ളിലാണ്. അന്നൊരു ദിവസം ഉച്ച സമയത്ത് എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കൾ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എൻ്റെ കുറച്ച് ബന്ധുക്കളും എന്നെ കാണാനായിട്ട് ഞാൻ അഭിനയിക്കുന്ന ആ ലൊക്കേഷനിലേക്ക് വന്നു. അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് വരുന്നു, ഞാൻ അവർക്കൊക്കെ ഹായ് പറയുന്നു, എല്ലാവരുമായിട്ട് ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു ഡ്രസ്സൊന്നും മാറിയിട്ട് പറ്റുമെന്ന് പറഞ്ഞു. കേരളിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നൊരു ജോലിക്കാരൻ അയാൾ പറഞ്ഞു, ചേട്ടാ ഇതിപ്പം കേരളിൽ കയറാൻ പറ്റില്ല, അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞു എന്താണ് കാര്യം? അല്ല, അത് ഇന്നിപ്പം കയറാൻ അലൗഡല്ല, കുറച്ച് ആൾക്കാരധികം കൂടുതലാണ്. ആൾക്കറിയില്ല, അത് അത്ര ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതൊക്കെ അറിയാം. അപ്പം നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് മനഃപൂർവ്വം എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതുപോലും ആയിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിറയെ ആൾക്കാരുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു ഇപ്പോൾ കയറണ്ട. എൻ്റെ കൂടെ വേറൊരു ആക്ടറും ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നെ ഇപ്പോൾ കയറാൻ പറ്റില്ല, കാരണം ക്യാരവൻ ഫുള്ളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇരിപ്പുണ്ട്. ആ സിനിമയുടെ കോസ്റ്റ്യൂമർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഇൻ്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, ആ കോസ്റ്റ്യൂമർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരൻ അടുത്ത് നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ ഡ്രസ്സ് മാറണല്ലോ, അടുത്ത സീനാണല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, മച്ചാൻ അപ്പോൾ ഇനി എവിടെ നിന്ന് ഡ്രസ്സ് മാറും? അതെന്ത്, ഇപ്പം തൊട്ടടുത്ത് നല്ലൊരു ബാത്റൂമുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് മാറാം, അവിടെ ആരും നാട്ടുകാരൊന്നും അങ്ങോട്ട് വരില്ല, നമുക്ക് അങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറുന്നു. ഞാൻ അവിടെ നിന്ന് മാറി, എന്നോട് ഈ വാക്ക് പറഞ്ഞപ്പോൾ അവൻ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു, ചേട്ടാ, അല്ല ദേഷ്യത്തിലൊന്നും അല്ല പറഞ്ഞു, ചേട്ടാ ഫുള്ളാണ് ചേട്ടാ, അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് മാറാഴ്ച ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞു എന്നോട്. അല്ലാതെ എൻ്റെ അടുത്ത് കയറാൻ പറ്റൂല അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. ചിലപ്പോൾ അയാൾ ചെയ്യുന്ന തൊഴിലിനോട് അയാൾ കാണിച്ചൊരു ഇതായിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സ് വാങ്ങി, ഞാൻ എൻ്റെ അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ഞാൻ ആ ബാത്റൂമിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് എൻ്റെ മുഖം മാറിയത് എൻ്റെ കോസ്റ്റ്യൂമർക്ക് മനസ്സിലായി. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ മുഖം മാറി, അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുണ്ടെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചുമ്മാ കൂളാവ്. ഞാൻ കരഞ്ഞില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അയാൾ എന്നോട് ഷർട്ടിലെ ബട്ടൺസ് ഇട്ട് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ പുള്ളി പറയുകയാണ്, അതിപ്പോൾ എന്തിനാ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ചെയ്താൽ പോരെ, ഇതൊക്കെ മാറും. പുള്ളി അവിടെ അത് ചോദിച്ചില്ലേ, അപ്പോഴാണ് എനിക്ക് വിഷമം വന്നു തുടങ്ങിയത്. അതുവരെ എനിക്ക് വിഷമം ഇല്ലായിരുന്നു, ആ സമയത്ത് എനിക്ക് വിഷമം വന്നു, അതുവരെ ഞാൻ വിഷമിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ അതെന്തായിരിക്കും ചേട്ടാ അങ്ങനെ, ഇപ്പം നമ്മൾ അവർ ഒരുക്കി തരണ്ടേ അല്ലേ? ഈ വിഷമം ഉണ്ടാക്കാൻ കൂടുതൽ കാരണം, അതായത് സ്ട്രീറ്റ് ഡ്രാമ പോലും ചെയ്ത് റോഡ് സൈഡിൽ പോലും ഡ്രസ്സ് മാറിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ താരപരിവേഷങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു, അതുവരെ എനിക്കൊരു വിഷമം ആ രീതിക്ക് എടുത്തായിരുന്ന ഒരാൾ കൂടിയാണ്. അതോ ഇനി പരിചയക്കാരും കുടുംബക്കാരോട് ഉണ്ട്, ഏതാ കൂടുതൽ വിഷമിപ്പിച്ചത്, ഏത് സാഹചര്യം ശരിക്കും വിഷമിച്ചാൽ അതായിരിക്കാം. ഇവരൊക്കെ നിന്നതല്ലേ, ഇവരൊക്കെ എല്ലാവരും കണ്ടു, ഇവർ കയറണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കണ്ടു. അവർ കണ്ടു. അപ്പം പിന്നെ ഒരു ചെറിയ വിഷമം ആ സമയത്ത് ഉണ്ടായി. എപ്പോഴും സ്ട്രീറ്റിൽ നിൽക്കാൻ പറ്റൂലല്ലോ. നമ്മൾ കുറച്ച് വെയിൽ കൊണ്ടിട്ടുണ്ട്, കുറച്ച് തെരുവ് നാടകങ്ങൾ സ്ട്രീറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് കരുതി
എപ്പോഴും അല്ല ഞാനത് വാക്കുപയോഗിക്കാൻ നേരത്തെ പറഞ്ഞു, എനിക്കിതൊന്നും ഒരു വിഷയമല്ല. അല്ല വിഷയമല്ല, ശരിക്കും വിഷയമല്ല, അതൊരു വലിയ വിഷയമൊന്നും അല്ല. പക്ഷെ എന്നാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടണമല്ലോ. നമുക്ക് നമുക്ക് അംഗീകാരം കിട്ടേണ്ട സമയത്തല്ലേ കിട്ടുള്ളൂ. നമ്മളത് ചോദിച്ചു വാങ്ങിച്ചൊന്നുമല്ലല്ലോ, കയറി ചോദിച്ചു വാങ്ങി. നമുക്ക് പണിയെടുത്ത് കിട്ടിയതല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയൊരു വിഷമം ആ സമയത്ത് എനിക്ക് അവിടെ വെച്ച് ഉണ്ടായി. അത് ഈ കോസ്റ്റ്യൂമർ കാരണം. അയാളാണ് എന്നെ വെറുതെ ബട്ടൺസ് ഇട്ടുന്നപ്പോൾ പുള്ളിക്ക് വെറുതെ വെറുതെ ഇമോഷണൽ ആക്കാനായിട്ട് ചോദിച്ചു. അത് വിഷമിക്കൊന്നും വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ എന്നാ കുഴപ്പം, ഒരു കുഴപ്പമില്ലാതെ ഇരുന്നത് ഞാനാ. ചുമ്മാ അയാളത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അതൊന്നും. അപ്പൊ എന്നിട്ട് ഞാൻ വലിയ മാസ് ഡയലോഗ് അടിച്ചു അവിടെ വെച്ച്, എന്റെ പൊന്നു ചേട്ടാ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് വിട്ടേരെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതങ്ങ് സ്പ്രെഡായി. അത് ആള് വഴിയൊന്നും അല്ല. ഇത് എങ്ങനെയൊക്കെയോ ഡയറക്ടറെ ചെവിയിലെത്തി. അപ്പം ഡയറക്ടർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഡയറക്ടറോട് ഇങ്ങനൊരു നടന്ന കാര്യം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി ചേട്ടാ, അത് വേറെ വിഷയമൊന്നുമില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അയ്യോ, അവിടെ അത് അവസാനിച്ചതാണ്. പരാതിയായിട്ടൊന്നും പറയൊന്നും ചെയ്തൊന്നുമില്ല. എന്ത് പരാതി, സത്യമായിട്ട് അങ്ങനെ അതവിടെ അവസാനിച്ച വിഷയമാണ്. പക്ഷേ അതൊരു കണ്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അത് ആർക്കോ മനസ്സിലായി ഇതൊരു കണ്ടന്റാണ്, ഇവനെ ഇങ്ങനെ നശിപ്പിച്ച് കളയാം, ഇത് വെച്ച് ഇവനെ നശിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം നേരം വിളിക്കുന്നിടത്ത് വൺ വാർത്ത അവിടെ ഇവിടെയൊക്കെ അപ്പാൻ്റെ അടുത്ത് ക്യാരവിടെ ഇല്ലാതെ അഭിനയിക്കില്ല, കൊള്ള അടിപൊളി, ഉള്ള പണി കളയാനുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന രീതിക്ക്. ഞാൻ ആദ്യം പോയി ചോദിച്ചത് ലാലേട്ടനൊക്കെ, ഞാൻ പോയി ലാലേട്ടൻ്റെ സെറ്റിലൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഞാൻ പോയി സാറേ ഇങ്ങനെ എന്താ സംഭവം പിടിയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നീ അതിനെ ഓർത്തിട്ട് റെസ്പോൺസ്, നീ പോടാ പേർക്ക്, നീ എൻ്റെ പണിയൊക്കെ നോക്കി അടുത്ത. എന്നൊരു ചാനലുകാരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, എന്താണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്ത വരുന്നത്? അത്തരം വാർത്തകൾ അന്ന് വന്നത് ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നോ? ഇല്ല, ഒന്നും ഉപയോഗിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ വരേണ്ടി ഇരുന്നില്ല എന്ന് വിചാരിച്ചു. എന്തിനാ ഇത്, ആരാ ഇങ്ങനെ കെട്ടി ചമച്ച് വരണ ഇങ്ങനെ വാർത്ത? അപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണപ്പോൾ നമ്മളെന്താണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമല്ല, മോശം വാർത്തകൾ ഉണ്ടാക്കാനും ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി എനിക്ക്. ശത്രുക്കളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ നമുക്ക് ആരോടും ദോഷം ചെയ്യണമെന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും ദൈവമേ? അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞാൻ വളരെയധികം സൂക്ഷിക്കണം. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് തോന്നിപ്പോ എനിക്ക്. പണി വരുന്നുണ്ട് അവറാച്ച, നീ കറക്റ്റ് മീറ്ററിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കണത്. അപ്പം ആർക്കൊക്കെയോ അതിലിച്ചിരി ഈ രണ്ടാമത്തെ പടത്തിൽ തന്നെ ലാലേട്ടൻ്റെ ഒപ്പം എല്ലാവരും മോഹിക്കുന്നതാണ്, മോഹൻലാൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നത്. രണ്ടാമത്തെ പടത്തിൽ തന്നെ കിട്ടി, ഫ്രാങ്ക്ലിൻ എന്നുള്ളൊരു വേഷം ചെയ്തു എന്നുള്ളത്. പക്ഷേ എപ്പോഴും ലാലേട്ടനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു സഹപ്രവർത്തനം എന്നുള്ള രീതിയിലേക്കല്ല, ഭയങ്കര ഫാൻ ബോയ് സംസാരിക്കുന്ന പോലെ ഇതാക്കാറുണ്ട്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാളൊരുങ്ങുന്നത് രാജാവിനെതിരെയാണ്, ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ കട്ട ഫാനാണ്. ഒന്നാമത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ, മമ്മൂക്ക. ഞാൻ ഒരു കാര്യമുണ്ട്, നമ്മളെ മുമ്പിലുള്ള സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ലാലേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്, മമ്മൂക്കിനെ ലാലേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുമ്പം ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇച്ചിരി വിഷമം തരും. കൂടെ പ്രവർത്തകൻ, കൂടെ അഭിനയിക്കുന്ന ഒരാൾ എന്നൊന്നും അങ്ങനെയല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ആരാധകനാണ്. അദ്ദേഹം ചെയ്ത സിനിമകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ചേട്ടനാണ്, ഒരു ചേട്ടനായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോഴും അന്ന് മുതലുള്ള റിലേഷൻ ഇപ്പോഴും ഉണ്ട്. എവിടെ വെച്ച് കണ്ടാലും നമ്മളടുത്ത് മിണ്ടും സംസാരിക്കും, സ്നേഹത്തോടു കൂടി. അതൊക്കെയാടാ പുതിയ സിനിമകളൊന്നും സംസാരിക്കും. ഇപ്പം തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്. ആ സമയത്തൊക്കെ ലാൽ സാറ് വിളിച്ച് എന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചിട്ട് ഒരുപാട് സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതെന്തുകൊണ്ടാണ്, നമ്മളോടും കൂടെയുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഉണ്ട്. ഇപ്പം ആക്ടറെ ആക്രമിച്ച ഒരു വിഷയത്തിൽ അത് ഏത് ആക്ടറായാലും നമ്മൾ പ്രതികരിക്കും. അത് ലാലേട്ടനാകുമ്പോൾ പിന്നെ പ്രതികരിച്ചാലേ പറ്റുള്ളൂ എന്ന് ചിന്തയില്ല. പിന്നെ ഫ്രണ്ടിൽ നിൽക്കും നമ്മൾ. ഒരു സമയത്ത് പുള്ളിക്ക് വേണ്ടി ഷർട്ട് ഊരിയിട്ട് തിയേറ്ററിന് മുമ്പിൽ ഡാൻസ് കളിച്ച് കൊടുത്തനാണ് ഞാൻ. എത്ര പടങ്ങൾക്ക് അത് തിരുവനന്തപുരത്ത് കുട്ടികളുടെ മുമ്പിൽ എന്തോരം പടങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ എന്തോരം പടങ്ങൾക്ക് വേണ്ടി ഷർട്ട് ഊരി കളിച്ച ആള് ആദ്യമായിട്ട് ലാലേട്ടനൊപ്പം അഭിനയിച്ച മൊമെന്റിൽ കണ്ട ശരിക്കും എനിക്കുണ്ടല്ലോ. ഞാൻ ലൊക്കേഷനിൽ വരുമ്പം സാറിൻ്റെ അടുത്തുനിന്ന് മാറില്ല. എനിക്ക് സീനില്ലെങ്കിലും ഞാൻ അവിടെയൊക്കെ പോയി നിൽക്കും, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളി എന്നോട് സംസാരിക്കാൻ വരുമ്പോഴാണ്. എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അടുത്തൊക്കെ പോയി ഇരിക്കും. ചേട്ടാ ഇങ്ങനെയൊക്കെ പോയി ഇരിക്കും.
അത്രേ ഉള്ളൂ. ഈ സംസാരിക്കാൻ വരുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന ആൾക്ക് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പൻ ശരി സംസാരിക്കുന്നത് ലാലേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു സംഭവം ലൊക്കേഷനിൽ കാണുന്നത്. അത് സാറിന് കാണാൻ വേണ്ടി അത് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു സ്നേഹവാത്സല്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞാൻ പോയതാ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഏതൊക്കെയാണ് പുതിയ സിനിമകൾ, എന്തൊക്കെയാണ് വിശേഷം മോനെ, ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയെന്ന് കേട്ടല്ലോ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടെന്ന് വെച്ചപ്പോൾ ഒരു ചിരി, ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ സാറിന്, ഒരു ചിരി. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചിരിയൊക്കെ. സിനിമയിൽ നിന്നല്ലാതെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ അടുത്തടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നൊരു ചിരിയൊക്കെ നമ്മളെ മുഖത്ത് പോയി കിട്ടുമ്പോൾ നമുക്കൊരു എല്ലാവരും പോസിറ്റീവ് എനർജിയും ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയതും അടുത്ത് പോയതും സംസാരിക്കാനൊക്കെ ഇരുന്നത്. കുറേ സംസാരിച്ചു അന്ന് എന്നോട്. ഈ പെല്ലിശ്ശേരി സ്കൂളിൽ മാവും കഞ്ഞിയും കുറെ കുടിച്ചു അല്ലേ? തുടക്കം അതിൽ തന്നെയാണ്. പഠിച്ച പാടും കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം എന്തായിരുന്നു ശരിക്കും? അല്ല, LJP ലിജോ ചേട്ടൻ നടന്ന് നമുക്ക് എന്താ ഫസ്റ്റ് പടമല്ലേ, ആദ്യ സിനിമയാണ്. അപ്പോൾ ആ ഉപ്പുമാവ് ഗുണം ചെയ്തോ സിനിമയിൽ പിന്നീട് വളർന്നങ്ങോട്ട്? പിന്നെ ഉറപ്പായിട്ടും ഗുണം ചെയ്തു. കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു ആക്ടർ ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കണം, ഒരു സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവൻ്റെ ജോലികൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കോസ്റ്റ്യൂം. ഇപ്പോൾ കോസ്റ്റ്യൂം നമ്മളെ കണ്ടിന്യൂറ്റി, ഞാനൊക്കെ എൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റ് നോക്കുന്ന ആളാണ്. എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഈ സീനിന് തൊട്ടും വിട്ട കോസ്റ്റ്യൂമും ഈ കോസ്റ്റ്യൂം അങ്ങനെയൊക്കെയുള്ള കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഒരു സിനിമയല്ലേ ചെയ്തോളൂ, അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾക്ക് ഒരു ലിമിറ്റും ഉണ്ടാവുമല്ലോ. കുറേ സിനിമകൾ ചെയ്തെങ്കിൽ കുറേ അറിവുകൾ കിട്ടാൻ ഈ മലയാള സിനിമയിൽ ഇപ്പൊ സമകാലികമായിട്ട് കുറേ അധികം ലോബികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ബെൽറ്റ് ഉണ്ടാക്കാൻ നോക്കിയില്ലേ? ഞാനൊരു ലോബിയിലൊന്നും ഇല്ല. ഒരു ബെൽറ്റ് ഉണ്ടാക്കിയില്ല. ലോബി ഞാൻ മാത്രമാണ്. ഞാൻ മാത്രമാണ് ഒരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയില്ല. ഇല്ല. ശരിക്കും ഗുണം ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ അത്തരം ബെൽറ്റുകൾ? ഉണ്ട്. എന്ത് ശ്രമകരമായിട്ടുള്ളൊരു എന്തുകൊണ്ടുണ്ടായി? എന്റെ ലോബി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഉണ്ട്. പിക്ചർ ബാക്കിക്ക് വരാ ദോസ്ത് അല്ലേ? അല്ല, ലോബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ലോബി എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ അധികം സൗഹൃദങ്ങളിൽ നിന്ന് സിനിമ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും പുറത്തുണ്ട്. എനിക്ക് വേണ്ടി സിനിമ ചെയ്യാനും അല്ലെങ്കിൽ ഒരുമിച്ച് സിനിമ ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാടധികം സുഹൃത്തുക്കളുണ്ട്. അതിനുള്ള സമയം വരുമ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് നല്ല നല്ല സിനിമകളുമായിട്ട് മുൻപിലോട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ പറയാം, ഓ അത് അപ്പാൻ്റെ അടുത്തിൻ്റെ ലോബിയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ നാടകത്തിൽ ഇത്രയും സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സിനിമയിലേക്ക് ആകർഷിക്കണമെന്ന് പ്രധാന ഘടകം എന്താ? ശരിക്കും അതിൻ്റെ പ്രശസ്തിയാണോ പണമാണോ? രണ്ടുമല്ല. ജീവിക്കാൻ പണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റൂല. ജീവിക്കണമെങ്കിൽ എന്തായാലും പണം വേണം. ഈ ജങ്കാറിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധേയമായിട്ടുള്ള വാക്യം കണ്ടു. ഈ ഭയത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം വിട്ടുപിടിക്കാനുള്ള ഒരു ഓട്ടമാണ് എന്നുള്ള സാധനം ശരിക്കും അപ്പനെ ചേർത്തുന്ന നടനെ മാറ്റി വെച്ച് വ്യക്തിയിലേക്ക് നീങ്ങുമ്പോൾ ഈ വാക്യം എത്രത്തോളം? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയം എന്നൊരു സംഭവം ഇല്ല. എനിക്ക് പേടിയില്ല. എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിത്തീരും, അങ്ങനെ ആവും എന്നുള്ള പേടി എന്നൊരു സാധനം എനിക്കില്ല. ജീവിതത്തിൽ ശരിക്കും എന്താ എന്തിനാ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? എന്തിനോടാ ശരിക്കും? അല്ല, നമ്മൾ എന്തിനോടാ ഭയപ്പെടണേ? അല്ലെങ്കിൽ തന്നെ ഒന്നിനുമില്ല. ഇല്ല, നമ്മൾ തെറ്റ് ചെയ്താലേ നമ്മൾ പേടിക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു എങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ പോരെ. നമ്മൾ ആരെയും വഞ്ചിക്കുന്നില്ല, വേറെ ആരെയും ചതിക്കുന്നില്ല, വേറെ ആരെയും ജീവിതത്തിൽ കയറി ഇടപെടുന്നില്ല. എൻ്റെ ലൈഫാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തി ഞാനാണ്. അത് വളരെ മാന്യമായ രീതിയിൽ എനിക്കറിയാവുന്ന പണികൾ ചെയ്ത് ഞാൻ ജീവിച്ചു പോകുന്നിടത്ത് എന്തിനാണ് എനിക്ക് ഭയം? പെല്ലിശ്ശേരി സ്കൂളിൽ തുടങ്ങിയ ഒരാൾ നിലയ്ക്ക്, പൊതുവിഷയങ്ങളെ അഭിപ്രായം പറയുന്നുള്ള ഒരാൾ നിലയ്ക്ക് ചേർത്ത് ചോദിച്ചോട്ടെ, പെല്ലിശ്ശേരി സിനിമകൾ ഇപ്പോൾ ചർച്ചയായത് പെല്ലിശ്ശേരി ജോജു വിഷയത്തിൽ ചുരുളി സിനിമയെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു തോന്നി? പൊതുവിഷയങ്ങളിലെ ഒരു മടി കൂടാതെ തുറന്നു പറയുന്ന ഒരാൾ നിലയ്ക്ക് ചോദിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ചുരുളി ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്. ഇൻ്റർനാഷണൽ സിനിമ. ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ആ സിനിമയിൽ എനിക്കും 2 മക്കളുണ്ട്. ആ വിഷയം പറഞ്ഞേക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷമം പറയട്ടെ. എൻ്റെ വിഷമം ഞാൻ പറയട്ടെ. അവരെ വിഷമമൊക്കെ അത് അവിടെ, അത് കഴിഞ്ഞില്ലേ. എൻ്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കും ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ ഞാനത് എൻ്റെ ക്യാരക്ടർ ഞാൻ പൊളിച്ചാനെ. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് ബോധറേഡ് ആവില്ല. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിലേ ഞാൻ നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഭാഷ പൊളിച്ചാനെ ഞാൻ എങ്കിൽ പിന്നെ തകർത്തേനെ ഞാൻ. അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഞാനാണെങ്കിൽ സീരിയസ്ലി ഞാനാണെങ്കിൽ അയ്യോ അത് അഭിനയിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കില്ല. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് കിട്ടിയത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യും. നിങ്ങൾ എൻ്റെ ഓട്ടോ ശങ്കർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു.
ഞാൻ എൻ്റെ ക്യാരക്ടർ ഞാൻ വൃത്തിയായിട്ട് ചെയ്യും, ഉണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ആ വിഷയം അനസസറി ആയി പോയി തോന്നുന്നുണ്ടോ? അത് ഉചിതമായിരുന്നോ? അത് എന്ത് തോന്നുന്നു? അറിയില്ല അത് എങ്ങനെ ഞാൻ അതിനെതിരെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും അതൊരു ഒരു ആർട്ടാണ്, അത് അംഗീകരിക്കപ്പെട്ടൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞ കാര്യമില്ലേ, അത് അഭിനയിച്ചല്ലേ, പെർഫോം ചെയ്തല്ലേ. പലപ്പോഴും പല വിഷയങ്ങളിലും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന പരിസരത്ത് എവിടേക്കോ ഭയങ്കര നിഷ്പക്ഷത പാലിക്കുന്നുണ്ട്. ഇല്ല ഒരിക്കലില്ല. ഇതിനൊരു ഉത്തരം പറയുന്നതിലൂടെ എൻ്റെ സഹപ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന ആളാണോ ശരിക്കും? അങ്ങനെ വിഷയങ്ങളിൽ ശരിക്കും ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ എവിടേക്കോ ചിലതിലൊക്കെ ഒരു ഫിൽട്ടർ അനിവാര്യമാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ഞാൻ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ കഥാപാത്രം ഇപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമാണ്. അത് അങ്ങനെ ഒരു ആവശ്യം ഒരു സാഹചര്യത്തിൽ നന്മയുണ്ടാവുകയും അതേ സാഹചര്യം മറ്റൊരു സാഹചര്യത്തിൽ മോശമാവുകയും അങ്ങനെ വരുമ്പോൾ എടുത്തു ചാടി ചെയ്തതൊന്നും അല്ലല്ലോ. വളരെ അറിവോട് കൂടി തന്നെ ചെയ്തതായിരിക്കുമല്ലോ എന്തായെങ്കിലും. ആ സിനിമ ഷൂട്ടിംഗ് സമയത്ത്, ഇത്രയും വലിയൊരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് ആ സിനിമയിൽ ഉള്ള കഥാപാത്രങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമായിരിക്കാം. അപ്പം അറിഞ്ഞു വെച്ചുകൊണ്ട് അഭിനയിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം എല്ലാവരും ഈ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാന് ശരത്തിനെ ശരിക്കും ജീവിതത്തിലൊരു വിഷയം വന്നപ്പോൾ ഈ ആർക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹപ്രവർത്തകരൊക്കെ തിരിച്ചുണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല, അങ്ങനെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷയിലല്ല. ഞാനിപ്പോൾ ഒരാളെക്കുറിച്ചൊരു ആരോപണം വന്നപ്പോൾ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാധീനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അഭിപ്രായം പറയുന്നത് കൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് തിരിച്ച് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് ലാഭം കിട്ടും എന്നൊരു പ്രതീക്ഷിച്ച് അല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കിട്ടത്തുമില്ല. അതങ്ങനെ ചിന്തിക്കുന്നതാണ് മണ്ടത്തനം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നല്ല പറയുന്നത് അല്ലേ. അതിൽ വേറെന്താ പല വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു സംസാരം വരുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് വാശി പിടിക്കാനും പറ്റില്ല. അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല അല്ലേ. അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് എന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയും ഇടപെടാതിരിക്കില്ല. ഞാൻ അവർക്ക് ആർക്കാണെങ്കിലും, നാളെ നിങ്ങൾക്കാണെങ്കിൽ കൂടി ഒരു ആരോപണം, നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരികയാണ്, അപ്പം ഞാൻ അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്, അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് എനിക്ക് ഇടപെടേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇടപെടും. ഒറ്റ വാക്കിൽ പറയാമോ, അതുകൊണ്ട് ദോഷം ചെയ്തിട്ടില്ലേ? ദോഷം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ദോഷം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇടയിലായിട്ട് എനിക്ക് ഏറ്റവും ദേഷ്യം ഉള്ളൊരു കാര്യം, അതായത് എനിക്ക് എൻ്റെ വീട്ടുകാരെ പറയുന്നത് ഇഷ്ടമല്ല. എന്നെ പറഞ്ഞോ, ഞാനൊരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടോ, ശരി എന്നെ പറഞ്ഞു, ഞാനൊരു പബ്ലിക് ഫിഗറാണ്, എന്നെ വെട്ടിക്കൊല്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശിന് ഞാൻ എൻ്റെ അപ്പനെയും എൻ്റെ അമ്മേനെയും എൻ്റെ ഫാമിലീനെയും ഒരു വിഷമവും കൊടുക്കാതെ അവരുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെട്ട് അവർക്കൊരു ലോകം ഞാൻ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ കയറിയിട്ട് എൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാനത് പിന്നെ ഈ സിനിമാ നടനാണെന്നുള്ള സാധനമൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങും, ഞാൻ തെരുവിലോട്ട്. അത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യം. കഴിഞ്ഞ നാളിലൊരാൾ ഒരുപോലെ കാനഡയിലിരുന്നിട്ട്, ഞാനോട്ട് ഒരു ബന്ധവുമില്ല, കാനഡയിലിരുന്നിട്ട് എൻ്റെ അമ്മയെ പറയുക എന്ത് വിഷയത്തിൻ്റെ പേരിലാണ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരായിട്ടുള്ളൊരു ക്യാമ്പ്. ഞാനത് എന്താ ചെയ്യേണ്ടത് ഞാൻ വിചാരിച്ചു ഇപ്പം ഞാനതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീണ്ടും ഒരു തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവനെതിരെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അത് വഷളാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പകരം ഞാൻ അദ്ദേഹം എവിടെയുണ്ടോ അത് ഞാൻ തപ്പിപ്പിടിച്ചു. രാത്രിയാണ് ഞാൻ കമൻറ്റ് കാണുന്നത്. രാവിലെ 11 മണിക്കുള്ളിൽ അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാപ്പ് പക്ഷെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങോട്ട് തെറ്റ് ചെയ്യില്ല എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് പറയണ്ട, ആ വിഷമം അനുഭവിക്കുന്ന എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അപ്പം അത് നേരിട്ട് പറയണമെന്ന് പറഞ്ഞു. അമ്മയോട് പറയണം. പറയിപ്പിച്ചു. അങ്ങോട്ട് തേടി പോണ്ടി വന്നില്ല, ഇങ്ങോട്ട് വന്നു. ഞാൻ പറയിപ്പിച്ചു. അല്ലെങ്കിൽ എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എന്നെ പറയണം, എന്നെ മാത്രം ഫോക്കസ് ചെയ്യണം. ശരിയല്ലേ?
ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന അവരെ പറയുക അല്ലെങ്കിൽ അവരെ ഒരു ബന്ധവുമില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും ഞാൻ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നോ എൻ്റെ വീട്ടുകാർക്കൊന്നും ഞാനൊക്കെ അടുത്ത ഏത് സിനിമ റിലീസാകാൻ പോകണമെന്ന് പോലും പാവപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല. നിങ്ങളെന്നെ ആലോചിച്ചോ, അത് തെറ്റല്ലേ? അതെ, ശരിയാണോ? നമ്മൾ ഈ ജനറേഷനിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മൾ പല സാമൂഹിക നമ്മൾ പല പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുന്നു. നമ്മളെല്ലാ അറിവോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാത്രം ഉള്ള പ്രശ്നങ്ങളായിരിക്കണം. അല്ലാതെ ഒരു തെറ്റും അനുഭവിക്കാത്ത, യാതൊരു ഇതും ചെയ്യാത്ത നമ്മളെ വീട്ടുകാരെ കുറിച്ച് പറയുക, ചുമ്മാ ഒരു ക്യാമ അത് പറയുകയല്ല, പറയല്ലേ, എന്താണെങ്കിലും പറയില്ല. അപ്പം വെറുതെ കിടക്കട്ടെ അവൻ്റെ വീട്ടുകാർ പോകുന്ന വഴിക്ക് എല്ലാവരും കൂടെ. പക്ഷെ അത് ഭയങ്കര ബാഡാണ്. എനിക്കത് ഇഷ്ടമല്ല, അത് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ പറയാം, ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം ഇഷ്ടമല്ലെങ്കിൽ ശരത്ത് നീ പറഞ്ഞാൽ അത് തെറ്റാണ്, എന്തുകൊണ്ട് തെറ്റ്, അതും കൂടെ താഴെ പറയുക. അവിടെ അവസാനിച്ചു. അത് എനിക്ക് ആ വ്യക്തിയോട് ബഹുമാനം തോന്നും. അതല്ലാതെ മെൻ്റലി ടോർച്ചർ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവം മാറും. വില പോകത്തില്ല എന്നുള്ളത്. അത് പോകത്തില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.